നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് 2025 മെയ് മാസമാണ്. വരുന്ന മെയ് 19 മുതൽ 5 നക്ഷത്രക്കാർക്ക് നല്ല സമയം ആരംഭമാകാൻ പോകുന്നു. ജ്യോതിശാസ്ത്രപ്രകാരം പറയുമ്പോൾ രാജയോഗം തന്നെയാണ് 19-ാം തീയതി മുതൽ ഈ 5 നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇവിടെ 5 ഗ്രഹങ്ങളുടെ ഗ്രഹമാറ്റം നിമിത്തമാണ് ഈ ഭാഗ്യം ഈ 5 നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നത്. ഇതിൻ്റെ ഫലമായി ധനത്തിന് മാറ്റമുണ്ടാകുന്നതാണ്. അതായത് ധനസ്ഥിതിക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നതാണ്. സമ്പത്ത് വർദ്ധിക്കും, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, കുടുംബത്തിലേക്ക് മംഗളകർമ്മങ്ങൾ നടക്കും. അതായത് ഒരു വിവാഹം അല്ലെങ്കിൽ കുട്ടിയുടെ ജനനം, അതേപോലെ പൊതുഗൃഹത്തിലേക്ക് വസിക്കാനുള്ള ഭാഗ്യം. അതിലെല്ലാം അപ്പുറമായി പറയാനുള്ളത് സമാധാനമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഐശ്വര്യം തിരിച്ചു വരുമ്പോൾ കൂടെ സമാധാനം നിങ്ങളിലേക്ക് താനെ എത്താൻ പോകുന്നുണ്ട്. ഈ 19-ാം തീയതി മുതൽ സന്തോഷം ധാരാളമായി വന്നു ചേരും എന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. മെയ് 19 മുതൽ ഈ 5 നക്ഷത്രക്കാർക്ക് ഈ വിധമുള്ള എല്ലാ ഭാഗ്യങ്ങളും, ഒരു മനുഷ്യ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെയും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ 5 നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് 19-ാം തീയതി മുതൽ ആരംഭമാകാൻ പോകുന്നത്. എത്ര വലിയ ദുഃഖമുണ്ടെങ്കിലും അതൊക്കെ നീങ്ങിപ്പോകാൻ ഇനി മുതൽ, അല്ലെങ്കിൽ അതൊക്കെ നീങ്ങുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ 19-ാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത്. അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകും. അതായത് കിട്ടില്ല എന്ന് പറഞ്ഞ ധനങ്ങൾ പോലും നിങ്ങളിലേക്ക് കിട്ടും. ആർക്കെങ്കിലും കടം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാതിരുന്നതാണെങ്കിൽ അത് തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനായി പണം ചിലവാക്കിയിട്ട് ജോലിയുമില്ല പണവുമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും നിങ്ങൾ ആ കൊടുത്ത തുക നഷ്ടമായി എന്ന് കരുതിയ തുക തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം ഈ സമയത്തുണ്ടാകും. കാരണം ഇതിൻ്റെ അടിസ്ഥാനമൊക്കെ സാമ്പത്തിക നേട്ടം തന്നെയാണ്, അല്ലെങ്കിൽ ധന അഭിവൃദ്ധിയുടെ സമയമായതിനാൽ തന്നെ ഇതൊക്കെ എത്തേണ്ടത് തന്നെയാണ്. രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ്. ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് സ്വയമേവ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടി ഈ സമയം ഉണ്ടാകുന്നതാണ്. ഭാഗ്യശാലികൾ തന്നെയാണ്. നേട്ടത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പോവുകയാണ് ഈ 19-ാം തീയതി മുതൽ. അപ്പോൾ ആശിച്ചതും കൊതിച്ചതും വിധിച്ചതുമായ കാര്യങ്ങളൊക്കെയും 19-ാം തീയതി മുതൽ 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗ്യം 2027 വരെ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. ധനവരവിൻ്റെ സമയം തുടങ്ങുന്നതിനാൽ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യപദ്ധതികളിൽ വിജയിക്കാനുള്ള സമയവും ഉണ്ടാകുകയാണ്. കൂടാതെ ഗൃഹഭാഗ്യം, അതായത് ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും പൊതുഗൃഹം വാങ്ങാനോ പുതുഗൃഹം പണിയാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ സമയത്ത് ഈ 5 നക്ഷത്രക്കാരെ തേടിയെത്തുന്നതായിരിക്കും. കൂടാതെ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ പോവുകയാണ്. ദമ്പതികളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അതായത് തർക്കങ്ങൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വീണ്ടും രമ്യതയിലാകാനായി ഈ 5 നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അനുകൂല സമയം തന്നെയാണ് ഈ 5 നക്ഷത്രക്കാർക്ക് കുറേ നാളുകൾക്ക് ശേഷം വന്നണയാനായി പോകുന്നത്. മെയ് 19 മുതൽ ഈ ഭാഗ്യം തെളിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർ അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. തിങ്കളാഴ്ച ദിവസം ദർശനം നടത്താം. കൂടാതെ പ്രദോഷ വ്രതമൊക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഫലങ്ങൾ നൽകും. ജീവിതത്തിലെ എല്ലാവിധ ക്ലേശങ്ങളും ഒഴിഞ്ഞുപോയി നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് ഇത് സഹായിക്കും. നേട്ടം ധാരാളമായി വന്നു ചേരാൻ പോകുന്ന സമയം കൂടി ആയതിനാൽ നിങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന പ്രാർത്ഥനകൾ ഓരോന്നും നിങ്ങളുടെ നേട്ടത്തിലേക്ക് കൂടുതൽ ഒരു പൊൻതൂവലായി തന്നെ മാറുന്നതായിരിക്കും. അതായത് ഇരട്ടി ഭാഗ്യവും നേട്ടവും നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾ തന്നെയാണ് ഏറ്റവും അധികം വേണ്ടുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഈ മെയ് 19-ാം തീയതി മുതൽ 5 നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം തേടി വരാൻ പോകുന്നത്. ക്ഷേത്ര ദർശനങ്ങൾ മുടക്കാതിരിക്കുക, പ്രാർത്ഥനകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. ഇനി പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ പിതൃദോഷം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കർമ്മദോഷം, കർമ്മബന്ധനം, നിങ്ങളുടെ ചെയ്യുന്ന തൊഴിലിൽ ഉന്നതി ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ദോഷം എന്തെങ്കിലും ഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും വിധത്തിലുള്ള ദൃഷ്ടിദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ടാണ് ഇവിടെ ശിവക്ഷേത്ര ദർശനം അനിവാര്യമാണെന്ന് പറയുന്നത്. കൂടാതെ കുടുംബക്ഷേത്ര ദർശനം, കുടുംബ പരദേവതയുടെ ദർശനം വളരെ അനിവാര്യമാണ്. കൂടാതെ എപ്പോഴും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നാരായണ, നമഃശിവായ,
ഷൺമുഖ എന്ന ഈ ഒരു മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. കൂടാതെ നിങ്ങൾക്കറിയുന്ന മന്ത്രങ്ങളൊക്കെയും കാണാപ്പാഠമായി, അതായത് ഒന്ന് മനസ്സിരുത്തി ഒന്ന് പഠിച്ചു നോക്കണം. 4 വരിയുള്ള ചെറിയ മന്ത്രങ്ങളൊക്കെ നമ്മൾ നമഃശിവായ എന്ന് ചൊല്ലാറുണ്ട്, ഓം നമോ നാരായണായ വാസുദേവ എന്നൊക്കെ പല വിധത്തിലുള്ള മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിരുത്തി അതിനെ മനനം ചെയ്ത് എടുത്ത് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ മനസ്സിനെ പല രീതിയിൽ വഴിതിരിച്ചു വിടാതെ ഈ മന്ത്രജപത്തിലേക്ക് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം നിങ്ങൾക്കുണ്ടാകും. ശാരീരികമായും ഉണ്ടാകും, മാനസികവുമായും ഉണ്ടാകും. അതുപോലെ നിങ്ങൾ വസിക്കുന്ന ഗൃഹത്തിൽ ഒരു പോസിറ്റിവിറ്റി പൂർണ്ണമായി നിറയും. അതിൻ്റെ ഫലമായി ഈ ശത്രുദോഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിതൃദോഷം, അല്ലെങ്കിൽ തുടങ്ങിയ ദൃഷ്ടിദോഷം ഒന്നും നിങ്ങളുടെ 7 അയലത്ത് അടുക്കുകയില്ല. അപ്പോൾ എപ്പോഴും ഒരു മന്ത്രം ഒരു കവചമായി, നമ്മളൊരു വീഴ്ച, അതായത് നടന്നു പോകുമ്പോൾ ഒന്ന് വീഴുകയാണെങ്കിൽ അമ്മേ എന്ന് വിളിച്ച് നമ്മൾ കരയാറുണ്ട്. അപ്പോൾ അത് നമ്മളുടെ മനസ്സിൽ നമ്മളത് പ്രതിഷ്ഠ ചെയ്തു വെച്ചേക്കുകയാണ്, അമ്മയാണ് നമ്മൾക്ക് ഒരു ആപത്തുണ്ടായാൽ ഓടി വരുന്നത് അങ്ങനെയെന്ന്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു മന്ത്രം പെട്ടെന്ന് നമ്മൾക്ക് എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്നൊരു ആയുധം പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചിരുന്നാൽ ഒരു വീഴ്ച വരുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ആ ഒരു സൈൻ, അല്ലെങ്കിൽ നമുക്കൊരു സൂചന ലഭിക്കും. ആ വീഴ്ചയിലേക്ക് നമ്മൾ പോവുകയില്ല. നമ്മൾ എത്രത്തോളം അമ്മയെയും അച്ഛനെയും ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു, അവരിൽ നിന്ന് നല്ലത് കിട്ടാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ദൈവങ്ങളെയും കാണേണ്ടതാണ്. നമ്മളെ ഈ ഭൂമിയിലേക്ക് വരാൻ തന്നെ കാരണക്കാർ ദൈവങ്ങൾ തന്നെയാണ്. ദൈവങ്ങളാണ് നമ്മൾക്ക് ഇവിടേക്ക് ജന്മം എടുക്കാനും ഈ ഒരു അച്ഛനെയും അമ്മയൊക്കെ നമ്മൾക്ക് നമ്മളുടെ സ്നേഹവാക്കാകാനായി കാട്ടിത്തന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മന്ത്രം എപ്പോഴും നമഃശിവായ 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 എന്ന് ജപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവ, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ കോണിൽ എപ്പോഴും, അത് കുട്ടികളിൽ നിന്ന് മാത്രമല്ല മുതിർന്നവരിൽ നിന്നും പ്രായഭേദമന്യേ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു വീഴ്ചയോ ഒരു ബുദ്ധിമുട്ടോ ഒരു ഇരുട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ പോലും ഇതൊരു കവചമായി, അല്ലെങ്കിൽ ഒരു താങ്ങായി, ഒരു സപ്പോർട്ടായി, ഒരു തുണയായി നമ്മൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതുമായിരിക്കും. അപ്പോൾ ഈ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാർ നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തേണ്ടതും നാരായണ നമഃശിവായ ഷൺമുഖ എന്ന് ജപിക്കുന്നതും, കൂടാതെ ദേവീക്ഷേത്രത്തിലാണെങ്കിൽ കുങ്കുമാർച്ചന വഴിപാടായി സമർപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെയധികം ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ദുരിതങ്ങൾ നീങ്ങി ഈ വരുന്ന 19-ാം തീയതി മുതൽ ഭാഗ്യം തെളിയാൻ പോകുന്ന 5 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് 19-ാം തീയതി മുതൽ നേട്ടത്തിൻ്റെ സമയം തുടങ്ങുകയാണ്, ഐശ്വര്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ്. എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ആയിട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ വഴിയുടെ തർക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാകാൻ പോകുന്ന സമയമാണ്. മുന്നിൽ ദുരിതമാണ് അല്ലെങ്കിൽ ദുഃഖമാണ് എന്ന് കരുതിയിരുന്ന ഒരു അവസ്ഥയ്ക്ക് ഇനി മാറ്റം വരികയാണ്. ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ്. കഷ്ടകാലം ഒഴിയുകയാണ്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ് തുടങ്ങാൻ പോകുന്നത്. ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും വിധിച്ചതുമൊക്കെ നിങ്ങളിലേക്ക് തേടി എത്തുന്ന സമയം കൂടിയാണ്. നിങ്ങളും പ്രദോഷവ്രതം എടുക്കണം. അതേപോലെ നാരായണ നമഃശിവായ ഷൺമുഖ എന്നിങ്ങനെ ഈ ഒരു മന്ത്രം ഇങ്ങനെ മനസ്സിൽ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നതും വളരെയധികം ഗുണകരമായ ഫലങ്ങളെ നൽകും. അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ ദർശനം നടത്തുക. കുടുംബക്ഷേത്ര ദർശനം മറക്കേണ്ട. അതായത് എടുത്ത് വീണ്ടും പറയുന്നത്, നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. വളരെ നല്ല സമയമായതിനാൽ ഫലങ്ങൾ പൂർണ്ണഭാവത്തിൽ പൂർണ്ണ തോതിൽ ഒരു കോട്ടവും തട്ടാതെ നിങ്ങളിലേക്ക് എത്തുന്നതിന് പ്രാർത്ഥന അനിവാര്യമാണ്. തൃക്കേട്ടയാണ് അടുത്ത നക്ഷത്രം. ഭാഗ്യസമയം തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ഒരുപാട് നാളുകളായിട്ടുള്ള ശാരീരിക വ്യതകൾ, കാലിനെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നടക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ മാറുന്ന സമയമാണ്. നേട്ടമാണ്, ഭാഗ്യമാണ്. ഈ 19-ാം തീയതി മുതൽ നല്ലൊരു സമയം ആരംഭമാകാൻ പോവുകയാണ്. മഹാഭാഗ്യ സമയം എന്ന് തന്നെ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. നിങ്ങളും കുടുംബക്ഷേത്ര ദർശനം മറക്കണ്ട. ആയില്യമാണ് അടുത്ത നക്ഷത്രം. കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്തെ ജീവിതം നോക്കിയാൽ ഏറ്റക്കുറച്ചിലുകൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ദുരിതങ്ങളും ദുഃഖങ്ങളും അല്പം ഒന്ന് ഉയർന്നു വരുമ്പോൾ വീണ്ടും 2 അടി താഴ്ചയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള അവസ്ഥയായിരുന്നു. അതിനൊരു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. മക്കൾക്ക് ഉദ്യോഗലബ്ധി ഉണ്ടാകുന്നതാണ്. വിദേശ ഭാഗ്യം തെളിയുന്നതാണ്. സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയമാണ്. ഭാഗ്യ ദിനമാണ്. 19-ാം തീയതി മുതൽ ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചയാണ്. ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കാൻ സാധിക്കും. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടത്തിൻ്റെ സമയം തന്നെയാണ്. ഇനി ഭാഗ്യമാണ്. 2027 വരെ വളരെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ്. അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തെ നിങ്ങളിലേക്ക് ഏറ്റുവാങ്ങുക.
വിശാഖമാണ് അടുത്ത നക്ഷത്രം. മഹാഭാഗ്യ സമയം തന്നെയാണ്. 19-ാം തീയതി മുതൽ നിങ്ങൾക്ക് ആരംഭമാകാൻ പോകുന്നത്. വീടിൻ്റെ വിളക്കായി മാറാൻ നിങ്ങൾക്കിനി സാധിക്കുന്ന സമയം തന്നെയാണ്. കാരണം അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. മെയ് 19 മുതൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ആഗ്രഹിച്ച വിവാഹം, അതായത് പ്രണയിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആ തുണയെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകും. ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഗൃഹഭാഗ്യം ഉണ്ടാകുന്നത്. സ്വന്തമായി വാടക വീട്ടിൽ കഴിയുന്നവരാണെങ്കിൽ അത് സ്വന്തമായി ഒരു ഗൃഹ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും, അതേപോലെ ചില പണിതിട്ട വീടുകളൊക്കെ വാങ്ങാനും, അല്ലെങ്കിൽ വീടിൻ്റെ അറ്റകുറ്റ പണികൾ നടത്താനും, വാടകയ്ക്ക് കഴിഞ്ഞ വീട് തന്നെ കുറച്ച് ധനം കൊണ്ട് അത് സ്വന്തമാക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഈ സമയത്തുണ്ടാകും. കാരണം ഗൃഹഭാഗ്യം അല്ലെങ്കിൽ ഒരു പുതു ഗൃഹവാസം ഒക്കെ മെയ് 19 ശേഷം ഉണ്ടാകുന്ന സമയമാണ്. ദുഃഖങ്ങൾ ഒഴിയുകയാണ്. നല്ല സമയം തുടങ്ങുന്നു. പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്ര ദർശനം മറക്കണ്ട. കാർത്തികയാണ് അടുത്ത നക്ഷത്രം. പുണ്യ സമയമാണ്. ഈശ്വരാധീനം ധാരാളം ഉള്ളതിനാൽ തന്നെ ഭാഗ്യം അനുകൂലമായി തന്നെ വരികയാണ്. കർമ്മ വിജയം ഉണ്ടാകും. കർമ്മ നേട്ടം ഉണ്ടാകും. ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വളരെ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. വിദ്യാവിജയം എന്ന് പറയുന്നത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 19-ാം തീയതി മുതൽ നേട്ടത്തിൽ വരുന്നതാണ്. ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും പിന്നിൽ നിന്ന് കുത്തിയവർക്കുമൊക്കെ ശിക്ഷ കിട്ടുകയും, കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഏൽക്കേണ്ടതായ ഈ ബുദ്ധിമുട്ടുകൾക്ക് നമ്മളല്ല അതിന് പകരം ചോദിക്കേണ്ടത്, ഭഗവാൻ തന്നെ ചോദിച്ചുകൊള്ളും. നല്ലത് സമയം വരുമ്പോൾ ആ കുറ്റം പറഞ്ഞവർ അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയവർ അവരും അറിയണ്ടേ വേദന എത്രത്തോളമാണ് എന്ന്. തെറ്റ് ചെയ്യാതെ ആര് ശിക്ഷിക്കപ്പെടുന്നു അതിനുള്ള പകരം വീട്ടുക എന്നല്ല, അതിനുള്ള ആ ഒരു മറുപടി ഭഗവാൻ തന്നെയാണ് കൊടുക്കേണ്ടത്, നമ്മളല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കൂ. ഭാഗ്യാനുഭവ സമയമാണ്. നിങ്ങളുടെ ആ മുന്നോട്ടുള്ള വഴികളിൽ ഒരു മുള്ളും ഒരു കല്ലും ഉണ്ടാകാതിരിക്കണേ എന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് 19-ാം തീയതി മുതലുള്ള സമയം എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട് എങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും. അതായത് ഇപ്പോൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പോയി തോറ്റു ഫെയിലായി എന്ന് കരുതി ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ നല്ല സമയമാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂസ് വരുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ജോലിക്ക് ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തുകൊള്ളൂ. നേട്ടമാണ്, ഭാഗ്യമാണ്. ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. ധനം വന്നു ചേരേണ്ട സമയം. അതിനാൽ തന്നെ ഓട്ടക്കൈയാണ് അല്ലെങ്കിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് പോലും ധനം വന്നു ചേരേണ്ടതാണ്. എങ്ങനെ വന്നു ചേരും? കർമ്മം നമ്മൾ ചെയ്യുക. കർമ്മം ചെയ്യുക. ഭാഗ്യഭഗവാൻ നോക്കിക്കൊള്ളും. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. എല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ വേണ്ടുന്ന കാര്യങ്ങളാണ്. പ്രാർത്ഥന അനിവാര്യമാണ്. അതോടൊപ്പം കർമ്മം അനിവാര്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആ നല്ല സമയമായതിനാൽ ഇരട്ടി ഗുണങ്ങൾ നമ്മളിലേക്ക് എത്താനും നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കണമെങ്കിലും നേരിട്ട് ഇരട്ടിയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല സമയമായതിനാൽ എന്ത് ചെയ്താലും അത് അനുകൂലമായി വരും, അനുഗ്രഹമായി വരും.